തന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞു എന്നാണ് ചോദ്യം. ആന്റോ കാസ്ട്രോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇനി താങ്കളെ ആരെങ്കിലും നിലപാടിൻ്റെ രാജകുമാരൻ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ അവരെ വിളിച്ചിട്ട് പറയണം, എനിക്കങ്ങനെ പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല എന്നുള്ളത് പറയണം. കാരണം എനിക്ക് വായിൽ തോന്നുന്ന സമയത്ത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതെല്ലാം എന്നുള്ളത് താങ്കൾക്ക് വേണ്ടി രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നവരോടൊക്കെ പറയണം. അല്ലെങ്കിൽ അവർ വലിയ ബുദ്ധിമുട്ടിലാവും ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിങ്ങനെ എന്താണ് PM ശ്രീനെ കുറിച്ചിട്ട് VD സതീശൻ പറഞ്ഞത് വെറുതെ ഗൂഗിൾ VD സതീശൻ PM ശ്രീ എന്ന് മാത്രം ടൈപ്പ് ചെയ്തപ്പോൾ ഒരു വാർത്ത കിട്ടി. ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. CPM BJP ബന്ധത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ M ആണ്. ഇപ്പോൾ CPM BJP ബന്ധത്തിന്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് PM ശ്രീയാണ്. അതാണ് വ്യത്യാസം. ഞങ്ങൾ പറഞ്ഞു പണം മേടിക്കുന്നതിലല്ല കുഴപ്പം, RSSന്റെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ. അതിനെ എതിർക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഒരു ഡിസന്റ് നോട്ട് പോലും കൊടുത്തിട്ടില്ല. ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടാണ് വിദ്യാഭ്യാസം. കോൺഗ്രസ് അതിശക്തമായി ഈ PM ശ്രീ പദ്ധതിയുടെ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്ന അതിശക്തിയായി എതിർത്തിട്ടുള്ള പാർട്ടിയാണ് നേരത്തെ മുതൽ തന്നെ. ഈ പദ്ധതി കൺകറന്റ് ലിസ്റ്റിലുള്ള സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ മീതെ കേന്ദ്രത്തിന്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താ അതിന് മറുപടി VD സതീശൻ പറയുക? 9 മാസം മുൻപുള്ള ബൈറ്റാണിത്. പത്രക്കാരെ കണ്ട് പറഞ്ഞ കാര്യമാണ്. ഇതിനുവേണ്ടി മാത്രം പത്രസമ്മേളനം വിളിച്ചിട്ട് RSS CPM ബാന്ധവത്തിൻ്റെ ഇപ്പോഴത്തെ ഇടനിലക്കാരൻ PM ശ്രീയാണ് എന്ന് പറയുകയാണ്. പണ്ട് ഉണ്ടായിരുന്നത് ശ്രീ M ആയിരുന്നു, ഇപ്പോൾ PM ശ്രീയാണ് എന്ന് പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് മാത്രമാണോ? NEP നടപ്പിലാക്കുന്നത് RSSൻ്റെ അജണ്ട വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുടെ ഭാഗമാണ്. അതിനെതിരെ ഒരു ഡിസന്റ് നോട്ട് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ലേശ ഉളുപ്പ് കുറച്ച് മുഖ്യമന്ത്രിയായിട്ടെങ്കിലും വേണ്ടേ? ഒരു കോപ്പും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നറിയില്ല, പക്ഷേ എന്നാലും പറയാം. ഒരു കാര്യം പറയാം. എന്താണെന്നറിയോ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ആൾക്കാർ മുഴുവൻ പൊട്ടന്മാരാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? എന്താണ് ഈ ഉപസമിതി എന്ന് പറയുന്നത്? നിലപാടിൽ നിന്ന് പിന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പാലമായിട്ട് ഈ പറഞ്ഞ ഉപസമിതിനെ ഉപയോഗിക്കുകയാണ്. ഞങ്ങൾ ഈ പറയുന്ന PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കും എന്ന് പറയാൻ അതിൻ്റെ ഒരു പാലമായിട്ട് ഈ പറയുന്ന ഉപസമിതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചു നോക്കി, PM ശ്രീ നടപ്പിലാക്കുമോ? ഞങ്ങൾ ഉപസമിതി തീരുമാനമെടുക്കും. നിങ്ങൾ KM ഷാജിനോട് അറബിക്കടലിലെറിയും എന്ന് പറഞ്ഞ KM ഷാജിനോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ PM ശ്രീ നടപ്പിലാക്കുമോ? ഞങ്ങൾ ഉപസമിതി ചേർന്ന് തീരുമാനിക്കും. നിങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ എന്തെങ്ങനെയാണ് ശ്രീ നടപ്പിലാക്കുമോ? ഞങ്ങൾ ഉപസമിതി ചേർന്ന് നടപ്പിലാക്കും. ഇതെല്ലാം ഈ നിലപാടിൻ്റെ രാജകുമാരനായ മുഖ്യമന്ത്രി VD സതീശനോട് ചോദിച്ചു നോക്കൂ. അതിനല്ലേ ഞങ്ങൾ PM ശ്രീക്ക് വേണ്ടിയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി ഉപസമിതിനെ വെച്ചിരിക്കുന്നത്. അവർ പറയുന്ന പോലെ തീരുമാനം എടുക്കും. ഇതായിരുന്നു ഇത്രയും നാളും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ RSS കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു കയറുന്നതിന് നിങ്ങൾ ഉപസമിതിനെ വെച്ച് ചർച്ച ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? ഇതായിരുന്നല്ലോ ആദ്യം പറഞ്ഞത് RSS വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു കയറുകയാണ്, അതിൻ്റെ പാലമായിട്ട് PM ശ്രീനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ RSS കടന്നു കയറുന്നത് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു PM ശ്രീ വേണോ? ഒരു ഉപസമിതി വേണോ? അതിനാണോ ഉപസമിതിനെ വെച്ചിരിക്കുന്നത്? അപ്പം ഈ ഉപസമിതിനെ വെക്കുന്നത് RSSനെ തടയാൻ വേണ്ടിയിട്ടാണോ? ഈ RSSൻ്റെ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഉപസമിതിനെ വെച്ചിട്ടാണോ RSSനെ തടയിടേണ്ടത്? അങ്ങനെയാണോ തടയിടേണ്ടത്? ഇവരുടെ നിലപാട് അതാണോ? കോൺഗ്രസിൻ്റെ നിലപാട് അതാണോ? അങ്ങനെ നിലപാട് ഉപസമിതിനെ വെച്ചാണോ തീരുമാനിക്കേണ്ടത്? കേരളത്തിൽ ആർജവത്തോടു കൂടി ഉണ്ടായിരുന്ന പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ പേര് ലീഗ് എന്നാണ്. എല്ലാ കാര്യത്തിലും നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെയൊക്കെ ജനങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് ശക്തമായി കോൺഗ്രസിൻ്റെ കൂടെ നിന്ന പാർട്ടിയാണ്. അവർ ഈ കാര്യങ്ങളൊന്നും അറിയിക്കുന്നു പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കാര്യങ്ങൾ അറിയിക്കുന്നത് ഇന്നലെ UDF യോഗം ചേർന്നു. UDF യോഗത്തിൽ ഈ PM ശ്രീ ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്നുകൊണ്ട് പ്രധാന ഘടകകക്ഷിയായി ഈ ലീഗ് പറയുകയാണ്. അത് ചർച്ചയ്ക്കേ വന്നിട്ടില്ല എന്ന് പറയുകയാണ്. ആരാ പറയുന്നത്? കുഞ്ഞാലിക്കുട്ടിയാണ് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടിൻ്റെ വാക്കിനൊന്നും അവിശ്വസിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നേ വരെ നമ്മൾക്കറിയാവുന്നൊരു കള്ളം മുന്നിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ വാക്കിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ്? UDFൽ ചർച്ച നടത്തിയിട്ടില്ല. എന്താണ് UDF കൺവീനർ വന്ന് പറയുന്നത്? കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ PM ശ്രീ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് UDFൻ്റെ തീരുമാനം എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണ് പറഞ്ഞത്. കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ
കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ച PM-ശ്രീ നടപ്പിലാക്കാനാണ് UDF-ന്റെ തീരുമാനം എന്ന് UDF യോഗം കഴിഞ്ഞിട്ട് അടൂർ പ്രകാശ് വന്ന് പറയുന്നു, കൺവീനർ വന്ന് പറയുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഇവർ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? അപ്പോൾ PM-ശ്രീ എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോ? കേന്ദ്രം പറയാണ് ഞങ്ങൾക്ക് ഇത് നടപ്പിലാക്കണം നിർബന്ധമില്ല, നിങ്ങൾക്ക് പിൻവാങ്ങാമെങ്കിൽ പിൻവാങ്ങുന്നതിന് പ്രശ്നമില്ല, ആകെയുള്ള എന്താണ് PM-ശ്രീക്ക് കിട്ടേണ്ട വരുമാനം കേന്ദ്ര സർക്കാർ തരില്ല എന്നുള്ളതല്ല പറയുക. അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷേ എന്താണ് പറയുന്നത്? അപ്പോൾ ഇവരങ്ങോട്ട് പറയുകയാണ് ഞങ്ങൾ നടപ്പിലാക്കാം സാർ എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് പോവുകയാണ്. കാരണം നിങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ ഞങ്ങൾക്കിവിടെ നടപ്പിലാക്കണം എന്നുള്ള നിലയിലേക്കാണ് കേരളം വരുന്നത്. അങ്ങനെയാണോ ഇത്രയും നാൾ ഇവർ പറഞ്ഞിരുന്നത്? പിന്നെ എന്ത് നിലപാടിനെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്? അപ്പോൾ ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഇവർ വിചാരിക്കുന്നുണ്ടോ? ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കേരളത്തിലെ ജനങ്ങൾ ഇരിക്കുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ ഒരു കാര്യം നമ്മൾ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ 75,000 രൂപ കിട്ടി വീട് വെക്കുന്ന സമയത്ത് വീടിൻ്റെ മുൻപിൽ പേര് വെക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് എന്ന് പറയുന്ന പേര്, പൈസ കിട്ടിയ പേര് വെക്കാം എന്നുള്ള നിലപാടിലേക്ക് വരെ ആൾക്കാർ മാറുകയാണ്. കാരണം അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് വീട്. അതിൻ്റെ വീടിൽ 75,000 കിട്ടി ആ ബോർഡ് ഫ്രണ്ടിൽ തലയിൽ നെറ്റിയിൽ പേര് പൊട്ടിച്ച് നടക്കുന്ന പോലെ നടക്കണം എന്നുള്ള രീതിയിൽ അതിനെ വരെ ഇവർ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇതിനൊറ്റ കാര്യമുള്ളൂ മാധു, ഒറ്റ കാര്യമുള്ളൂ. എന്താണ് കാര്യം എന്ന് പറയുന്നത്? BJPയെ സൂചിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകണം. അവരോട് ശക്തമായി നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് അവരുടെ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് അനുഭവിക്കാൻ പാടില്ല. അപ്പം ഞങ്ങളിങ്ങനെ സൂചിപ്പിച്ച് പോകും. അങ്ങനെ സൂചിപ്പിച്ച് പോയ സ്ഥലങ്ങളിലൊന്നും ഇന്ന് കോൺഗ്രസ് ഇല്ല. അന്ന് അങ്ങനെ സൂചിപ്പിച്ച് കേന്ദ്രത്തിനോട് ഒരു ശല്യമില്ല, ഒരു അടിയില്ലാതെ മുന്നോട്ട് പോയ സ്ഥലങ്ങളിലൊന്നും കോൺഗ്രസ് ഇല്ല. പരാജയപ്പെട്ട് അടിഞ്ഞൊരു മൂലക്കായില്ലേ, ആ സ്ഥലങ്ങളിലാണ് എവിടെയാണോ ശക്തമായ പ്രതിരോധം തീർത്തത് അവിടെയെല്ലാം കോൺഗ്രസ് ഉണ്ട് താനും, അവിടെയെല്ലാം കോൺഗ്രസ് ഉണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ബോധ്യം കോൺഗ്രസിലെ ഘടകകക്ഷികൾക്കോ കോൺഗ്രസിനോ ഇല്ലേ? പ്രത്യേകിച്ച് ലീഗിനില്ലേ? ഞാൻ പറയുന്നത് ലീഗ് എന്ന് പറയുന്ന പാർട്ടിയിൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചുകൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. എന്താണ്? സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന, മതേതര രാഷ്ട്രീയത്തിനെതിരെ അനുകൂലമായി ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു മതേതര പാർട്ടിനെയാണ് ലീഗിനെ കണ്ടിട്ടുള്ളത് ഇത്രയും നാളും. ആരെങ്കിലും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ലീഗ് ഒരു മതേതര പാർട്ടി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ്. പല കാര്യങ്ങളിലും ഈ ബാബർജി മസ്ജിദ് പൊളിച്ച കാലം തുടങ്ങി ഇന്നോട്ട് നോക്കിയാൽ പല കാര്യങ്ങളിലും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്കാണ്. ഇവരാരുടെ മുന്നിലാണ് ഈ അടിയുറ വെക്കുന്നത്? കോൺഗ്രസിൻ്റെ മുന്നിലോ? ഇത് ലീഗ് ഇത് പോയി അടിയുറ വെക്കുന്നത് BJPയുടെ മുന്നിലല്ല കേട്ടോ, കോൺഗ്രസിൻ്റെ മുന്നിൽ. കോൺഗ്രസ് BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് ലീഗ്. ഇത് ലീഗിന് മനസ്സിലാക്കാൻ വെച്ചിട്ടാണോ? മനസ്സിലാക്കാൻ വെച്ചിട്ടല്ല. ഞാൻ പറയുന്നത് ഷംസുദ്ദീൻ മന്ദിനെ കുറിച്ച് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നോ? ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. പക്ഷേ അവർക്ക് പോലും നിലപാട് സ്വീകരിക്കുക. അതെന്തുകൊണ്ടാണ് ലീഗിന് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തത്? കോൺഗ്രസ് ലീഗിൻ്റെ കൂടെ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ലീഗിന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. കോൺഗ്രസ് ലീഗിൻ്റെ കൂടെ ശക്തമായി നിൽക്കുമെന്ന് ലീഗിന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്തെന്നേനെ? ലീഗിൻ്റെ നിലപാട് പറഞ്ഞേനെ. ഇവിടെ VD സതീശൻ സർക്കാരിൻ്റെ കാലത്ത് ലീഗ് എടുക്കുന്ന നിലപാടിൻ്റെ ഒപ്പം ചിലപ്പോൾ കോൺഗ്രസ് നിന്നില്ല എന്ന് വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലീഗ് നിലപാട്. കേന്ദ്രം പറയുന്ന കാര്യം കേരളം കേൾക്കുന്നില്ല കേട്ടോ. നേരത്തെ PR സുനിൽ പറഞ്ഞല്ലോ, PM-ശ്രീയെ കുറിച്ച് രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത് എന്ന് മാത്രം നോക്കിയാൽ ഈ PM-ശ്രീയായിട്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി ഒരു കാര്യം കേരളത്തിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം, കേരളത്തിൽ PM-ശ്രീയുമായി ഈ പറയുന്ന കോൺഗ്രസ് സർക്കാരിന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു ദിവസം ഇവരെല്ലാം പൂട്ടിക്കെട്ടി മടക്കി. നിങ്ങൾ നോക്കിക്കോ, അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ PM-ശ്രീയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം പറയേണ്ടി വരും. അപ്പോൾ അതെന്താണ് സംഭവം? അതിന് അർത്ഥം എന്താണ്? ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് മതേതര മനസ്സാണ്. കേരളത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് BJP അനുകൂല മനസ്സാണ് എന്ന് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, കോൺഗ്രസ്സുകാർ മനസ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അറിയോ? 3 MLA വെച്ച് കേരളത്തിൽ BJP ഭരണം മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുള്ളത്. കോൺഗ്രസ്സുകാർ ഉള്ളിൽ പറയുകയാണ് 3 MLA വെച്ചിട്ട് കേരളത്തിൽ BJP ഭരണം നടത്തിക്കൊണ്ട് പോവുകയാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഡൽഹിക്ക് പോകണ്ട BJPൻ്റെ ഭരണം കാണാൻ വേണ്ടിയിട്ട്, കേരളത്തിലേക്ക് വന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് വരെ സംവിധാനങ്ങൾ പോകുന്ന സമയത്ത് ഇതൊന്നും അറിഞ്ഞിട്ടും കേട്ടിട്ടും മിണ്ടാതെ ലീഗ് ഇരുന്നാൽ ലീഗിൻ്റെ വിലയും ലീഗ് ഇത്രയും നാൾ ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങളും ലീഗ് ഇത്രയും നാൾ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ ബോധവും ഈ പറയുന്ന വിദ്യാഭ്യാസം. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും വൃത്തിയായി വിദ്യാഭ്യാസ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ലീഗാണ്. എല്ലാ കാലത്തും കോൺഗ്രസ് അധികാരത്തിലുള്ള സമയത്ത് ലീഗിലാണ് വിദ്യാഭ്യാസ വകുപ്പുള്ളത്.
എല്ലാ കോലത്തും. പക്ഷെ ഇവിടെ ഒരു കരുതൽ വീഴും. ഈ കരുതൽ എന്ന് പറയുന്നത് ജീവിതത്തിൽ ലീഗ് ഏത് സംവിധാനം ഇട്ട് വെളുപ്പിക്കാൻ നോക്കിയാലും വെളുക്കാൻ പറ്റാത്ത ഒരു വലിയ കറ ലീഗിൻ്റെ പാർട്ടിയുടെ നെടുക വീഴും എന്നുള്ള ഒരു എന്താ പറയുക ഒരു സംശയം വേണ്ട. അത് മനസ്സിലാക്കി ലീഗ് മുന്നോട്ട് പോയാൽ ലീഗിനും കൊള്ളാം, ഇത് മനസ്സിലാക്കി കോൺഗ്രസ് മുന്നോട്ട് പോയാൽ കോൺഗ്രസിനും കൊള്ളാം. അല്ലെങ്കിൽ നിലപാടില്ലാത്ത പാർട്ടിയായി വരും ദിവസങ്ങളിൽ കേരളത്തിൽ കോൺഗ്രസ് ലീഗ് അറിയപ്പെടും, ഒരു ഡൗട്ടും വേണ്ട. Meet the editors.